ഇപ്പോൾ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഫസ്റ്റ് സാലറി ഇന്ന് കിട്ടി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ട് 1.5 മാസം ആയെങ്കിലും ഞാൻ കഴിഞ്ഞ മാസം പകുതി വെച്ചാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിന്റെ സാലറി കൂടെ ഈ മാസമാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് എന്റെ ഫസ്റ്റ് സാലറി. പിന്നെ വെച്ച് ഫസ്റ്റ് സാലറി ആയതുകൊണ്ട് തന്നെ വാപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. കാരണം അവർ കാരണമാണല്ലോ നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പോൾ അവർക്ക് അറിയാം എനിക്ക് സാലറി കിട്ടും, ഈ ആഴ്ച എന്തോ കിട്ടുമെന്ന് അറിയാം. പക്ഷെ ഞാൻ അവർക്ക് പറഞ്ഞില്ല ഇന്ന് കിട്ടിയ കാര്യം. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ സേവ് ചെയ്യാൻ മാത്രമേ പറയൂ വാപ്പ, എക്സ്പെഷ്യലി വാപ്പ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫസ്റ്റ് സാലറി ആയതുകൊണ്ട് സേവ് ചെയ്യണ്ടെന്നല്ല, ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കണല്ലോ. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് എന്തൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇക്ക എന്തായാലും ഇപ്പൊ ഇവിടെ ഇല്ല, ഇക്ക ദുബായിലല്ലേ. അപ്പം ഇക്കാക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇക്കാക്ക് ഇപ്പൊ ഞാൻ ഈ സന്തോഷ വാർത്ത പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ. ഇക്ക് ഇൻഷാ അല്ലാ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ട്രീറ്റ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ. നിങ്ങൾ ചിലപ്പോൾ പറയും ഞാൻ എന്തിനാ ഇത്രയും പൈസ വേസ്റ്റ് ചെയ്യണമെന്നൊക്കെ. വേസ്റ്റ് ചെയ്യണമല്ല, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ മോണിറ്റർ ഒക്കെ നമുക്ക് ആവശ്യമുള്ള, കാരണം മാക്ക് അല്ലെങ്കിൽ വെറുതെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലിരിക്കും. അത് മാത്രമല്ല, ഞാൻ ഈ സാധനങ്ങള് ഇതിന്റെ വില വെച്ചിട്ടല്ല നോക്കിയത്. ഞാൻ നോക്കിയ വെച്ചാൽ ഈ വിലക്ക് നല്ല സാധനം കിട്ടുമെന്നാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മോണിറ്റേഴ്സ് ഒക്കെ 24 ഇഞ്ച് എക്സ്പെഷ്യലി 10,000 റേഞ്ചിൽ കിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെറിയ പ്രൈസിന് നല്ല സാധനം അത് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എന്തായാലും ഞാൻ പൈസ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. എല്ലാവരും സേവ് ചെയ്യണം, അതെനിക്കറിയാം. പക്ഷേ ഫസ്റ്റ് സാലറി ആയതുകൊണ്ട് ഈ സന്തോഷം കുറച്ച് എന്താ പറയാ അവർക്കൂടെയും ബെനിഫിഷ്യൽ ആക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വാപ്പാക്ക് വേണ്ടി ഇതാണ് നോക്കിയത്. ഇതാണ് മോണിറ്ററാണ്, 24 ഇഞ്ചിന്റെ ഒരു മോണിറ്ററാണ്. എന്ന് വെച്ചാൽ നല്ല കുറച്ച് വലിയ മോണിറ്ററാണ്. എക്സ്പെഷ്യലി ഈ പ്രൈസിന് നമുക്ക് ഈ 10,000 24 ഇഞ്ച് കിട്ടത്തേ ഇല്ല. ഇതിനെ കുറെ തപ്പിയാണ് അവസാനം കിട്ടിയത്. ഇത് ഞാൻ വാങ്ങിക്കാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ മാക്കിന്റെ സ്ക്രീൻ കേടായി പോയല്ലോ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിരിക്കും. അത് റിപ്പയർ ചെയ്യണമെങ്കിൽ നല്ല എന്താ പറയും അമൗണ്ട് കൂടെ ആവും. അപ്പൊ അതിൽ നിന്ന് ഞാൻ വിചാരിച്ച് നല്ല വെച്ചാൽ ഇതേപോലെ ഒരു മോണിറ്റർ വാങ്ങിച്ചാൽ നമുക്ക് ആ മോണിറ്റർ നമുക്ക് വയർ കുത്തിയാൽ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വാപ്പാക്ക് ഇത് കൊടുക്കാണ്. ഉമ്മാക്കും ഞാനൊരു ഗിഫ്റ്റ് ബുക്ക് ചെയ്യണുണ്ട്, പക്ഷെ അത് ഞാൻ നിങ്ങൾക്കും സസ്പെൻസ് ആക്കി വെക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ റിസാന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച് ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കാം. കാരണം ബുക്ക് വായനാശീലമൊക്കെ ഇപ്പോഴേ തുടങ്ങണമല്ലോ. അപ്പോൾ ഇത് ബുക്ക് തീഫ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ലൊരു സിനിമയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുക്ക് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും റിസാൻ അത് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് ആദ്യം. ഇത് നമ്മളുടെ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പം ഞാൻ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പണിക്കാർ വന്നത്. ചല്ലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിവിടെ അവർ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ ചല്ലി ഇടുന്ന കാണാൻ. അപ്പം അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചതിന് മാറല്ലേ ആരും, അവിടെ ഇരുന്നു. എല്ലാവർക്കും ഗിഫ്റ്റ് വരണുണ്ട്. എനിക്ക് സാലറി സലുവല്ല, എനിക്ക് സാലറി വന്നില്ലേ? സാലറി വന്ന്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ച് ഇക്കാക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, കാരണം ഇക്ക അവിടെയല്ലേ. അപ്പൊ ഇൻഷാ ഇക്ക വരുമ്പോ ഇക്കാക്ക് ട്രീറ്റ് കൊടുക്കാം. അപ്പം എന്തായാലും ഇവിടെ വെയിറ്റ് ഞാൻ കൊണ്ടുവരാം. കഴിച്ച എന്റെ മതിയാ? ഓക്കെ. വെയിറ്റ്. ഇതൊന്ന് കുട്ടികള് ക്രിസ്മസിന് വെയിറ്റ് ചെയ്യണം ഗിഫ്റ്റുകൾ കിട്ടാൻ വേണ്ടിയല്ല. വെയിറ്റ്. അപ്പൊ ഓക്കെ വെയിറ്റ്. വാപ്പ എവിടെ? വാപ്പാക്കൊരു സാധനമുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അത് റിസാൻ എന്തായാലും കൊണ്ടുവരാം. അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നല്ല കുറഞ്ഞോളും. ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഞാൻ ഈ റൂം പിന്നെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു അവർ വരുമ്പോൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് അങ്ങോട്ട് പോയി സർപ്രൈസ് ചെയ്യാം. അപ്പോൾ റിസാൻ്റെ ആണ്. ഇത് റിസാൻ ഓപ്പൺ അല്ല, റിസാനാകുമ്പോ റിസാന് ടെക്നോളജി ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ റിസാ ഫുൾ ടൈം അതിലായിരിക്കും. ഇതാകുമ്പോ വായിക്കെങ്കിലും ചെയ്യട്ട്. എവിടെ ഓഫ് ഒക്കെ ചേർത്ത്. ഓക്കെ, ഇനി അടുത്ത വാപ്പാക്കാണ്. വാപ്പാക്കിന് ഒരു ക്ലൂ വരാം.
അല്ലെങ്കിൽ വെയിറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവരാം വെയിറ്റ് എന്നിട്ട് പാലിച്ചാൽ മതി. സ്ക്രീൻ പോയില്ല, ഞാൻ ശരിയാക്കാൻ നല്ല കോസ്റ്റ് എടുക്കും. വെയിറ്റ് അവിടെ ഗിഫ്റ്റിന് വന്നിട്ടുണ്ട്. അവന് കളറെ കിട്ടി, കളറിനെ തന്നെ കിട്ടി. എന്റെ സിനിമ അടിപൊളിയാണ്. ബുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇത്രയാണ് ഒരു സിനിമ ആക്കിയത്. അല്ല, ചിലതൊക്കെ ഇതിലുള്ള ഭാഗങ്ങൾ അതിൽ കാണൂല, അതിലുള്ള ഭാഗങ്ങൾ ഇതിൽ കാണൂല. രണ്ടും ഒരാൾ തന്നെ, പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ എന്തോ ഇതിലുള്ള ഭാഗങ്ങൾ അതിലും കാണൂല, അതിലുള്ള ഇതിൽ കാണൂല. നീ ഇത് വായിച്ചായിരുന്നു പറയണത്. ഇപ്പം ഹാരി പോട്ടർ ആണെങ്കിൽ അത് എത്ര മാറിയിട്ടാണ് ബുക്കും. പുതിയ ലാപ്ടോപ്പാ, മോണിറ്റർ. വാപ്പാക്ക് വേണ്ടെങ്കിൽ അല്ല, വാപ്പ വേണ്ടെങ്കിൽ എനിക്ക് തന്നോ, ഞാൻ എടുത്തോളാം. ഉമ്മ വിഷമിക്കണ്ട, ഞാൻ എടുത്തോളാം. ഇത് കുഴപ്പമില്ല, എനിക്ക് 2 ഗിഫ്റ്റും എടുത്തോളാം. അല്ല മട നാളെ പിടിച്ചോളൂ. ഞാൻ നെയ്യുന്നില്ല, അതൊന്ന് വലിച്ചത്. ഓ തിരിഞ്ഞാണ്. ഇതിനെപ്പോലെ തന്നെ ഉണ്ടോ? ഇതൊക്കെ മാറ്റ്, ഇതൊക്കെ മാറ്റി കുപ്പിയൊക്കെ കിച്ചണിൽ കൊണ്ട്. ഓ സ്മോൾ സ്ക്രീൻ എന്റെ റൂമിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവില്ല. അല്ല, സ്റ്റാൻഡ് ഇത് കാണിക്കട്ടെ, നമുക്ക് തുറന്ന് കാണി. ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ കാണി നോട്ട്. എത്ര ഇഞ്ച്? 24 ഇഞ്ച്. ബാക്കിലോട്ട് അത്രയേ ഉള്ളൂ. ഓക്കെ. സലുവേ, ഇത് കണ്ടിട്ട് നീ അന്തമിടേന്ന് വേണ്ടാത്ത കാര്യം എന്തെന്നാ, യവൻ ആവശ്യമുള്ള സാധനം ഇവിടെ വരുത്തിച്ചിട്ട് നമ്മളുടെ പേര് വാപ്പാക്കിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു നമ്പർ ഇറക്കണതാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ അവന്റെ ടേബിളിലിരിക്കും ഈ സംഭവം. അതാണ് വാസ്തവം. ഈ നാക്കിന് മറ്റേ സ്റ്റാൻഡില്ലേ, അത് വെക്കണത് ഇങ്ങനത്തെ, അറിയോ? ഓൺ ഓഫ് ഉണ്ട്. കുറച്ച് ചരിഞ്ഞിരിക്കുകയാണോ? അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കരിയാണ ആസിഡ് ഉണ്ടായിരുന്ന ഈ CD ആക്കി അല്ലേ? ഇത് കുറച്ച് ദിവസം മുമ്പായിരുന്നുവെങ്കിൽ എത്ര രൂപ ലാഭിക്കാമായിരുന്നു. ഇല്ല, ഇതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ എവിടെ എടുക്കാനൊന്നും പറ്റൂല, ഇവിടെ തന്നെ വെച്ച് ഉപയോഗിക്കണം. കാരണം ഇത്രയും മോണിറ്റർ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇതിന്റെ രോഗം മനസ്സ് പറഞ്ഞു കൊടുത്താ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ ഉപയോഗിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ എടുത്ത മാക്കിന് മാറിപ്പോയി. അല്ല, ഇത് നമ്മൾ കുറെ നാൾ യൂസ് ചെയ്യാതെ ഇരുന്നിട്ട് ഇപ്പൊ യൂസ് ചെയ്യുമ്പോ പിന്നെ കുഴപ്പമില്ലാത്ത പോലെ ഇരിക്കും. നമ്മള് ഇതിന്റെ അസുഖം മാറി, പുനർജനിച്ചു. നല്ല ക്ലീൻ ഡെസ്ക്ടോപ്പ്, ഫൈൽസ് ഒന്നും ഇല്ല. അല്ല, ഇതാണ് പുനർജന്മം കിട്ടിയ. അല്ല, അതിപ്പോഴത്തേക്ക് മാത്രമാണ്, അത് പിന്നെ മാറിക്കോളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ നീ സലു കിച്ചൻ ലാപ്ടോപ്പാണ് കണ്ടു. അത് അടയ്ക്കാനാണ്, ആ മാപ്പ് അടയ്ക്കാനോ കണ്ട, നമുക്ക് ഇതിന്റെ സ്ക്രീൻ പോയോണ്ട് നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്താൽ പക്ഷേ നോക്കിയാണ് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഉമ്മാടെ ഗിഫ്റ്റ് വേണ്ടേ? ഇതെല്ലാം ഒതുക്കാതെ, ഇതെല്ലാം ഒതുക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് ഇതേ അടുക്കളയിലേക്ക് വന്നു. രാവിലത്തെ സാമ്പാർ ഇതേ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഉച്ചത്തേക്ക് ഈ സാമ്പാർ എടുക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പ്രോൺസ് ഇതേ ഇവിടെ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലുത് കിട്ടിയപ്പോൾ കുറച്ച് വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ ദേ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ നടുവിലെ അഴുക്കൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോഴേക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞാണ് എടുത്തത്. പക്ഷെ അവരിങ്ങനെ നടുവിലെ അഴുക്കൊന്നും മാറ്റത്തില്ലല്ലോ. അപ്പം അതും തലയിൽ ഉള്ളിലുള്ള അഴുക്കും ഒക്കെ ഒന്ന്, അതൊരു പണി തന്നെയാണ്.
ഇതെല്ലാം ക്ലീൻ ചെയ്യണം. അത് ഇരിക്കാൻ പാടില്ല കേട്ടോ. അതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിക്കുമ്പോഴേക്ക് വയറുവേദന ഉണ്ടാവും. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെളുത്തുള്ളി അല്ലിയും ഇഞ്ചിയും കുരുമുളക്, മുഴുവനെയുള്ള കുരുമുളക് ഉണ്ടല്ലോ, പെരിഞ്ജീരകം, വലിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ ഈ കൊഞ്ചായതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മളുടെ വയറിന് നല്ലത് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും, അത് നമുക്ക് പാകത്തിന് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഗരം മസാല പൊടിയും, പാകത്തിനുള്ള ഉപ്പും, കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ സമയം ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയെടുക്കുകയാണ്. അപ്പം ഞാനിവിടെ പുഴുക്കലരിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ, ചെമ്പാ പുഴുക്കലരി. അതുകൊണ്ടാണ് ചുവന്ന ചോറാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വലിയ പാൻ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം പാനിലേക്ക് കൊള്ളുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡി ആകുമ്പോഴേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഓവറായിട്ട് ഓയിൽ ഒഴിച്ച് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും കണക്കിനുള്ള ഓയിൽ ഒഴിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ദേ പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. റിസ്വാന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. സുൽത്താൻ ഇഷ്ടമാണ്. സുൽത്താൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിനി കുറച്ചുകൂടി ക്രിസ്പി ആക്കി കൊടുത്താലാണ് അവന് ഇഷ്ടം. പക്ഷെ അപ്പോഴേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളിതേ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ സാമ്പാറും ഈ പ്രോൺസ് ഫ്രൈയും, ഞാൻ അന്ന് ഓണത്തിന് ഇട്ട മാങ്ങ അച്ചാറല്ലേ, അതാണ്. ഞാനല്ല ഇട്ടത്, നമ്മുടെ സുൽത്താനും റിസ്വാനും കൂടി അന്ന് അരിഞ്ഞു തന്നത്. അപ്പോൾ ഇനിയിപ്പം ലഞ്ച് കഴിക്കാൻ പോവാണ്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത്. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. പ്രത്യേകിച്ച് സാമ്പാറിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മീൻ പൊരിച്ചതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ സത്യം കറക്റ്റ് കേട്ടോ. എനിക്ക് ഈ ടേബിളിൽ വെക്കാൻ വേണ്ടി ഇരിക്കും, ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി. അത് അടുത്ത വീഡിയോ നമുക്ക് കാണാം. സസ്പെൻസ് ഇല്ല പറ്റില്ല, ഇതിപ്പോ പൊളിക്കണം. അടുത്ത വീഡിയോ കാണിക്കാം എന്താണെന്ന്. അപ്പൊ അതുവരെ ഞാനും ക്ഷമയോടെ നിൽക്കണോ? അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയ ഉമ്മാക്ക് വെയിറ്റ് ചെയ്തത് എന്താ? ഇങ്ങനെ ഇത് തന്നെയാണ് സലുവും നീയും തമ്മിലുള്ള വ്യത്യാസം. സലു ആണെങ്കിൽ അപ്പോഴേ എനിക്ക് തുറന്നു തരും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം എന്താണെന്ന്. അപ്പൊ ഉമ്മയുടെ വ്യൂവേഴ്സ് ഒന്ന് ഗസ് ചെയ്യട്ടെ, അവർക്ക് ചിലപ്പോ അറിയായിരിക്കും എന്താണെന്ന്. അപ്പൊ എന്തായാലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് തരണേ, എനിക്കറിയാലോ.